ഡിയർ ഫ്രണ്ട്സ്, മോർണിംഗ് വൈബിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ? എല്ലാവരും. നമ്മൾ പലപ്പോഴും സിനിമയുടെ ഫ്രണ്ടിൽ കേൾക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്താണ്? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? സോ എവ്രി വൺ വാണ്ട്സ് ടു ബി ഹാപ്പി. സോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3 കാര്യങ്ങൾ ഞാൻ സിമ്പിളായിട്ട് നിങ്ങളോട് പറയാം. 3 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ഡോണ്ട് ലിവ് ഇൻ ദ പാസ്റ്റ്. ഇന്നലകളിൽ ജീവിക്കാതിരിക്കുക. ഇന്നലകളിൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ, വിഷമങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഒരുപാട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകൾ, മുറിവുകൾ, സങ്കടങ്ങൾ, പരാജയങ്ങൾ. എന്നാലും എനിക്ക് ഈ അബദ്ധമൊക്കെ പറ്റില്ലോ എന്നോർത്തുള്ള സങ്കടങ്ങൾ ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനെക്കുറിച്ച് ഓർത്ത് വീണ്ടും ഡിപ്രഷനിലേക്ക് പോകാതിരിക്കുക. സോ ഡോണ്ട് ലിവ് ഇൻ ദ പാസ്റ്റ്. ഇന്നലകളിൽ ജീവിക്കാതിരിക്കുക. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട ഒരു കുഴപ്പമില്ല കേട്ടോ. ഇന്നലകളിലെ കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക, പക്ഷേ അതിനെക്കുറിച്ച് ഓർത്ത് വീണ്ടും സങ്കടപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സെക്കൻഡ് തിങ്, ഡോണ്ട് ലിവ് ഇൻ ദ ഫ്യൂച്ചർ എന്ന് പറയും. ഭാവിയിൽ ജീവിക്കാതിരിക്കുക. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു 10 വർഷത്തിന് ശേഷം അങ്ങനെ എന്നോർത്ത് അതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്ന ഒരു സംഭവം കാണാറുണ്ട്. ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ട് അതിനെക്കുറിച്ച് ടെൻഷൻ അടിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഡെഫിനറ്റ്ലി വി വിൽ ഹാവ് പ്ലാൻ. നാളെക്കുറിച്ച് നല്ല പ്ലാനുകളൊക്കെ നമുക്ക് വേണം. പക്ഷേ ഭാവിയെക്കുറിച്ച് ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ട് വിഷമിച്ച് കഴിയരുത്. സോ ലിവ് ഇൻ ദ പ്രസൻറ്റ്. ഇന്നിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നിൽ ജീവിക്കുന്നതിൻ്റെ പ്രസൻറ്റ്. അതുകൊണ്ടാണ് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇറ്റ്സ് എ ഗിഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദൈവം തന്ന ഈ ഒരു ദിവസം എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ്, എൻ്റെ ജീവിത പങ്കാളിയായിരിക്കാം, എൻ്റെ കൂടെയുള്ളവരെയൊക്കെ ഒന്ന് കാണാനും അവരോട് സ്നേഹത്തിൽ സംസാരിക്കാനായിട്ടും ചുറ്റുമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അല്ലേ? സോ ആകാശത്തേക്കൊക്കെ നോക്കി മേഘങ്ങളെയൊക്കെ കാണാനൊക്കെ സാധിച്ചു കഴിഞ്ഞാൽ സൂര്യാസ്തമയമുണ്ട്, ഉദയമുണ്ട്. ഉദയം പലരും കാണാറില്ല, സ്റ്റിൽ അസ്തമയം കാണാൻ പറ്റുകയാണ് നല്ലത്. സോ ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വൈബ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഓൺലി 3 തിങ്സ്: ഡോണ്ട് ലിവ് ഇൻ ദ പാസ്റ്റ്, ഡോണ്ട് ലിവ് ഇൻ ദ ഫ്യൂച്ചർ, ലിവ് ഇൻ ദ പ്രസൻറ്റ്. അത് നമുക്ക് ഭയങ്കര സന്തോഷം നൽകും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.